Alhamdulillah nahmaduhu wa nasta'inuhu wa nastaghfiruhu wa nastahdihi wa nu'minu bihi wa natawakkalu alayhi wa na'udhu billahi min shururi anfusina wa min sayyiati a'malina man yahdihillahu fahuwal muhtad wa man yudlil falan tajida lahu waliyyan murshida. Ashhadu an la ilaha illallah wahdahu la sharika lah wa ashhadu anna nabiyyana Muhammadan abduhu wa rasuluhu arsalahu bil huda wa dinil haqqi liyuzhirahu ala ad-dini kullihi walau karihal mushrikun. Allahumma salli ala Muhammadin wa ali Muhammad kama sallaita ala Ibrahim wa ali Ibrahim. Allahumma barik ala Muhammadin wa ali Muhammad kama barakta ala Ibrahim wa ali Ibrahim innaka Hamidum Majid. Ya ayyuhalladhina amanu taqullaha haqqa tuqatih fala tamutunna illa wa antum muslimun. A'udzu billahi minasy syaithanir rajim. Bismillahir rahmanir rahim. Ya ayyuhalladhina amanu kutiba alaikumus siyamu kama kutiba alal ladzina min qablikum la'allakum tattaqun. Ayyaman ma'dudat. Faman kana minkum maridan aw ala safarin fa'iddatun min ayyamin ukhra. وعلى الذين يطيقونه فدية طعام مسكين فمن تطوع خيرا فهو خير له وأن تصوموا خير لكم إن كنتم تعلمون. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, തഖ്വ ഉൾക്കൊണ്ട് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ചരിത്രവുമായി ബന്ധപ്പെട്ട് നാം കഴിഞ്ഞ ഏതാനും മാസങ്ങളായി നടത്തിവരുന്ന ഖുത്ബയുടെ ആ പരമ്പരയിൽ നിന്ന് തൽക്കാലം മാറി റമദാനുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ സംസാരിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ചരിത്രം അവസാനിച്ചതുകൊണ്ടല്ല, ഇനി പറയാനില്ലാത്തതുകൊണ്ടുമല്ല. ഒരുപക്ഷെ പറഞ്ഞതിനേക്കാൾ കൂടുതലായ കാര്യങ്ങൾ ഇനി പറയാൻ അവശേഷിക്കുന്നു എന്നുള്ളതാണ് നേര്. അത് റമദാനിന് ശേഷം പറയാമെന്നാണ് വിചാരിക്കുന്നത്. റമദാൻ വിഷയം ഖുത്ബയിൽ കൊണ്ടുവരണമെന്ന് ഞാൻ വിചാരിക്കുന്നത് ഒരു സീസണലായിട്ടുള്ള ഖുത്ബ വിഷയം തിരഞ്ഞെടുക്കുക എന്ന അർത്ഥത്തിലല്ല, മറിച്ച് റമദാനിൻ്റെ 1-2 ആഴ്ച മുമ്പ് തന്നെ ധാരാളം ആളുകൾ നമ്മെ ഫോണിലൂടെയും അല്ലാതെയും ബന്ധപ്പെടുകയും വിളിക്കുകയും കാര്യങ്ങൾ അന്വേഷിക്കുകയും ചെയ്യും. അതിൽ കാര്യമായി വിഷയം ഡയബറ്റിക്കായിട്ടുള്ള രോഗികൾ, മുലയൂട്ടുന്ന ഉമ്മമാർ, അതുപോലെ ഗർഭിണികൾ, ഈ കടലിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ, കഠിനമായി അധ്വാനിക്കേണ്ടി വരുന്ന മറ്റ് ജോലികളിൽ ഏർപ്പെടേണ്ടി വരുന്ന ആളുകളൊക്കെയാണ് വിളിക്കുക. വലിയ പ്രയാസവും ദുരിതവുമാണ് അവർക്കൊക്കെ ഉണ്ടാകുന്നത്. അത്തരത്തിലുള്ള ആളുകളുടെ മൊത്തം ആശങ്ക, അതിനൊരു പരിഹാരം വിശുദ്ധ ഖുർആനിൽ നിന്ന് എന്തുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് റമദാനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഖുത്ബകൾ വേണ്ടതുണ്ട് എന്ന് നമ്മൾ ഒരു തീരുമാനത്തിലെത്താൻ കാരണം. വിശുദ്ധ ഖുർആനിൻ്റെ അവതരണം ആരംഭിച്ച മാസം എന്നുള്ളതാണ് റമദാനിൻ്റെ സവിശേഷതയായി ഖുർആൻ പറയുന്നത്. റമദാൻ സ്വയം സവിശേഷതയുള്ള ഒരു മാസമല്ല. ഒരു ദിവസത്തിനും സ്വയം ഒരു സവിശേഷതയുമില്ല. സൂര്യൻ ഉദിച്ചസ്തമിക്കുന്ന ഒരു യൂണിറ്റിൻ്റെ പേരാണ് ദിവസം എന്ന് പറയുന്നത്. ആ ദിവസങ്ങളെല്ലാം ഒരുപോലെയാണ്, അത് ആവർത്തനമാണ്. ആ ചക്രത്തിൽ
തിങ്കളെന്നും ബുധനെന്നും വെള്ളിയെന്നും ഒക്കെ നമ്മൾ പറയുന്നത് നമ്മൾ എണ്ണി വരുന്ന ചില ദിവസങ്ങളുടെ അടിസ്ഥാനം എവിടെയോ കണക്കാക്കി അവിടെ മുതൽ എണ്ണി വരുന്നത് കൊണ്ട് മാത്രമാണ്. ആ ദിവസങ്ങളിൽ സംഭവിക്കുന്ന ഇൻസിഡൻസുകളാണ് ദിവസത്തെ പ്രത്യേകതയുള്ളതാക്കി തീർക്കുന്നത്. ഒരു ദിവസത്തെ നാം നമ്മുടെ വെഡ്ഡിങ് ഡേ എന്ന് പറയുന്നത്, ബർത്ത്ഡേ എന്ന് പറയുന്നത് ഒക്കെ ആ ദിവസത്തിൽ സംഭവിച്ചിട്ടുള്ള ഇൻസിഡൻസിൻ്റെ അടിസ്ഥാനത്തിലാണ്. അല്ലാതെ ദിവസം പ്രത്യേകമായതുകൊണ്ട് നമ്മൾ ജനിക്കുകയല്ല, ജനിച്ചത് കൊണ്ട് ദിവസം പ്രത്യേകമാവുകയാണ് ചെയ്യുന്നത്. റമദാൻ എന്ന മാസം സാധാരണ മാസമാണ്. റജബ് പോലെ, മുഹറം പോലെ, സഫർ പോലെ സാധാരണ മാസം. ആ മാസത്തിലാണ് ഖുർആൻ അവതരിച്ചത്. ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ഖുർആനാണ് റമദാനിൻ്റെ മഹത്വത്തിൻ്റെ ആധാരം. ഇത് മറന്ന് റമദാൻ എന്നത് സ്വയം മഹത്വമുള്ള എന്തോ എന്നാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് മനുഷ്യരെ ചൂഷണം ചെയ്യുകയാണ് പുരോഹിതർ ചെയ്യുന്നത്. ഇപ്പോൾ റമദാനിന് മഹത്വം ലഭിക്കുന്ന കാരണമായിട്ടുള്ള ഖുർആനിനെ എവിടെയും ചർച്ചക്കെടുക്കുന്നില്ല. അത് ജനങ്ങളോട് ആ അർത്ഥത്തിൽ ഉത്ബോധിപ്പിക്കുന്നില്ല. മറിച്ച് നിങ്ങൾ റമദാനിൽ മറ്റെന്തൊക്കെയോ ചെയ്തോളി എന്നാണ് പറയുന്നത്. അങ്ങനെ ആധാരമായിരിക്കുന്ന കാരണത്തെ മാറ്റിവെക്കുകയും വിസ്മൃതിയിൽ ആക്കുകയും എന്നിട്ട് മറ്റുള്ള എന്തൊക്കെയോ ആഘോഷങ്ങൾ. ഇതിനെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരാളുടെ ജന്മദിനം നമ്മൾ ആഘോഷിക്കുന്നു, കേമമായിട്ട് ആഘോഷിക്കുന്നു. പക്ഷേ ഈ ജന്മദിനം ആഘോഷിക്കപ്പെടുന്ന ആ വ്യക്തി ഉണ്ടല്ലോ, അയാളെ കയറുകൊണ്ടും ചങ്ങല കൊണ്ടും കെട്ടി ബന്ധിച്ച് നമ്മളൊരു ഇരുട്ടുമുറിയിൽ അടച്ച് പൂട്ടിട്ട് താഴിട്ട് പൂട്ടിയിട്ട് അയാളുടെ ജന്മദിനമാണ് നമ്മൾ ഇവിടെ കേക്ക് മുറിച്ചും ചായ കുടിച്ചും ആഘോഷിക്കുന്നത് എന്ന് സങ്കല്പിച്ച് നോക്കൂ, എങ്ങനെ ഉണ്ടാവും? ഇതുപോലെ വിശുദ്ധ ഖുർആനെ നമ്മൾ കെട്ടിപ്പൂട്ടി വെച്ചു. ഏതൊക്കെ അർത്ഥത്തിൽ കെട്ടിപ്പൂട്ടി വെക്കാമോ അങ്ങനെയൊക്കെ കെട്ടിപ്പൂട്ടി വെച്ചു. ഒരു തരത്തിലും അതിനെ മോചിപ്പിക്കുകയില്ല എന്ന് ഉറപ്പിച്ചതിന് ശേഷം നമ്മൾ റമദാനിൻ്റെ ജന്മദിനം അല്ലെങ്കിൽ ജന്മമാസം എന്ന് വിളിക്കുന്ന റമദാനിനെ മറ്റെന്തൊക്കെയോ ചെയ്ത് ആഘോഷിക്കുകയാണ്. ഈ ആഘോഷത്തിൻ്റെ അന്തസ്സത്തെക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. എങ്ങനെയാണ് നമുക്ക് ഗുണം ലഭിക്കുക? എങ്ങനെയാണ് നമുക്ക് മുക്തിയും മോചനവും ലഭിക്കുക? എങ്ങനെയാണ് ഇതിൻ്റെ മഹത്വം നമുക്ക് ലഭിക്കുക? കാരണം റമദാനിന് മഹത്വം ലഭിച്ചിട്ടുള്ള വിശുദ്ധ ഖുർആനിനെ നാം മൂലക്ക് വെച്ചിരിക്കുന്നു, മാറ്റിവെച്ചിരിക്കുന്നു. അതേക്കുറിച്ച് ചിന്തിക്കാനോ അതേക്കുറിച്ച് പഠിക്കാനോ അതേ സംബന്ധിച്ച് ഗവേഷണം ചെയ്യാനോ അതുമായി ബന്ധപ്പെട്ട പ്രവൃത്തികളിൽ ഏർപ്പെടാനോ നമ്മൾ ആരും തയ്യാറല്ല. ഓതും, നിങ്ങൾ ഓതിക്കോളൂ എന്നാണ് പറയുക. ഖത്തം തീർക്കുക. ഖുർആൻ ഖത്തം തീർക്കാനുള്ളതാണോ? ഓതാനുള്ളതാണോ? ഓതാൻ വേണ്ടിയാണോ ഖുർആൻ തന്നിട്ടുള്ളത്? ഖുർആനിൻ്റെ പർപ്പസ് എന്താണ്? അലിഫ് ലാം മീം ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. ഹുദൽ ലിൽ മുത്തഖീൻ, ഇതിൽ സന്മാർഗമുണ്ട് അന്വേഷികൾക്ക്. അന്വേഷികൾക്ക് സന്മാർഗമുണ്ട് എന്ന് പറയുമ്പോൾ ഈ സന്മാർഗം കണ്ടെത്തുകയാണ് വേണ്ടത്. അതിൽ നിങ്ങൾക്ക് എങ്ങനെ ജീവിക്കണമെന്ന്, നിങ്ങൾ എങ്ങനെയാണ് ദൈവത്തെ, അള്ളാഹുവിനെ, സ്രഷ്ടാവിനെ കാണേണ്ടത് എന്ന്, എങ്ങനെയാണ് ഈ പ്രപഞ്ചത്തെ സമീപിക്കേണ്ടത് എന്ന്, എങ്ങനെയാണ് മറ്റു മനുഷ്യരോട് ബന്ധപ്പെടേണ്ടതെന്ന്, എങ്ങനെയാണ് മറ്റ് ജീവജാലങ്ങളെ പരിഗണിക്കേണ്ടതെന്ന് നമുക്ക് നമ്മുടെ ജീവിതത്തെ പഠിപ്പിക്കുന്ന, നമ്മുടെ ജീവിതത്തെ കണ്ടെത്താൻ കഴിയുന്ന ഗ്രന്ഥമാണത്. ഞാൻ ആരാണ്, ഞാൻ എവിടെ നിന്ന് വരുന്നു, ഞാൻ എങ്ങോട്ട് പോകുന്നു, ഞാൻ എന്തിന് ജീവിക്കുന്നു, ഞാൻ എന്തിന് ജനിച്ചു എന്ന മൗലികമായ ചോദ്യങ്ങളുടെ ഉത്തരമാണ് അതിലുള്ളത്. ആരാണ് എൻ്റെ സ്രഷ്ടാവ്, അവനും ഞാനും തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് അതിലുള്ളത്. ആരാണ് എൻ്റെ ഗുരു, ആ ഗുരു എന്നെ പഠിപ്പിച്ചത് എന്താണ് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് അതിലുള്ളത്. ഇത് പഠിക്കാതെയും ഇത് മനസ്സിലാക്കാതെയും വിശുദ്ധ ഖുർആനിനെ കെട്ടിപ്പൂട്ടി മാറ്റിവെച്ചിട്ട് അതിൻ്റെ ജന്മമാസമായിട്ടുള്ള റമദാനിനെ മറ്റെന്തൊക്കെയോ ചെയ്ത് ആഘോഷിക്കാമെന്നാണ് യഥാർത്ഥത്തിൽ ഈ സാധുക്കളായ മനുഷ്യരെ പുരോഹിതന്മാർ തെറ്റിദ്ധരിപ്പിക്കുന്നത്. മനസ്സിലാക്കേണ്ടത്, വിശുദ്ധ ഖുർആനിനെ മാറ്റിവെച്ചുകൊണ്ട് ഒരാഘോഷവും റമദാനിലില്ല. റമദാനിനെ അങ്ങനെ ആഘോഷിക്കാൻ സാധിക്കുകയുമില്ല. അത് വ്യത്യസ്തമായ മറ്റൊരു കാര്യമാണ്. റമദാൻ എന്തോ ഒരു സ്വയം മഹത്വപ്പെടുന്ന ഒരു സംഗതിയാണ് എന്ന നിലക്ക് നാം മനസ്സിലാക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് ചോർന്നു പോകുന്നത് ഖുർആനിൻ്റെ ചൈതന്യവും ആത്മാവുമാണ് എന്ന് മനസ്സിലാക്കണം. ഖുർആൻ ഇസ്ലാമിക സമൂഹത്തിൽ നിന്ന് ഇല്ലാതായിട്ട് 1400 വർഷങ്ങൾ കഴിഞ്ഞു. ഇത് നമ്മൾ ആലോചിക്കേണ്ടുന്ന, മനസ്സിലാക്കേണ്ടുന്ന ഒരു അടിസ്ഥാന വസ്തുതയാണ്.
1400 വർഷമായി വിശുദ്ധ ഖുർആനിനെ കുന്തത്തിൽ ഉയർത്തിയ ഒരു മനുഷ്യനുണ്ടായിരുന്നു. കുന്തത്തിൽ കുത്തിക്കീറി ഉയർത്തി വെച്ചിട്ട് തൻ്റെ രാജാധികാരത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി വിശുദ്ധ ഖുർആനിനെ കാറ്റത്തിങ്ങനെ ഉയർത്തിപ്പിടിച്ചൊരു വ്യക്തി, ഖുർആനിൻ്റെ നെഞ്ച് കീറിയൊരു വ്യക്തി. അവിടം മുതൽ ഖുർആൻ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നീട് രാജാക്കന്മാർക്ക് വേണ്ടുന്നതൊക്കെയും രാജാക്കന്മാർ എഴുതി വെച്ചു. അവർ സീറകൾ എഴുതി, താരീഖ് എഴുതി, അവർ ഫിഖ് എഴുതി, അഖീദ എഴുതി, അവർക്കാവശ്യമുള്ളതൊക്കെ എഴുതി. ഖുർആൻ മാത്രം അവരെവിടെയും കണ്ടില്ല, എവിടെയും കാണിച്ചതുമില്ല. അതിൻ്റെ തുടർച്ചയാണ് നമ്മുടെ മദ്രസകളിൽ നിന്നുള്ളത്. നമ്മുടെ മദ്രസകളിൽ അഖീദ പഠിപ്പിക്കും, അഖ്ലാഖ് പഠിപ്പിക്കും, താരീഖ് പഠിപ്പിക്കും, തജ്വീദ് പഠിപ്പിക്കും, അങ്ങനെ ഉള്ള എല്ലാ സംഗതികളും പഠിപ്പിക്കും. ഖുർആൻ മാത്രം പഠിപ്പിക്കൂല. ഇത് സുന്നി മദ്രസയിലും ജമാഅത്ത് മദ്രസയിലും മുജാഹിദ് മദ്രസയിലും തബ്ലീഗ് മദ്രസയിലും അങ്ങനെയാണ്. ഖുർആൻ പഠിപ്പിക്കും. എങ്ങനെ പഠിപ്പിക്കും? ഓതാൻ പഠിപ്പിക്കും. അർത്ഥമറിയാതെ ഓതാൻ പഠിപ്പിക്കും. അതിനുള്ളതാണോ? അങ്ങനെ പഠിപ്പിച്ചോട്ടെ, നല്ലത്. പക്ഷെ അതിനുള്ളതാണോ ഖുർആൻ? അല്ല. പിന്നെയോ ലിയുൻദിറ മൻ കാന ഹയ്യൻ, ജീവിച്ചിരിക്കുന്നവർക്കുള്ള താക്കീതാണിത്, ജീവിച്ചിരിക്കുന്നവർക്കുള്ള സുവിശേഷമാണിത്, ജീവിച്ചിരിക്കുന്നവർക്കുള്ള മുന്നറിയിപ്പാണിത്, അവർക്കുള്ള ഉത്ബോധനവും പാഠവുമാണത്. ജീവിച്ചിരിക്കുന്നവർക്കുള്ള ഉത്ബോധനമായിട്ട് അവതരിച്ചിട്ടുള്ള ഖുർആൻ, അതിൽ ഷിഫയുണ്ട്, അതിൽ നൂറുണ്ട്, അതിൽ ഫുർഖാനുണ്ട്, അതിൽ ഹുദയുണ്ട്, അതിൽ മുബശ്ശിറാത്തുണ്ട്. ഇതൊക്കെയല്ല ഖുർആൻ പറയുന്നത്. ഇതൊക്കെ ഖുർആനിൽ ഉണ്ടായിരിക്കെ ഇതൊന്നും പഠിപ്പിക്കാതെ, അതുമായി ബന്ധപ്പെട്ട് കുട്ടികളെ അവരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാതെ മറ്റെന്തൊക്കെയോ പഠിപ്പിക്കുന്ന നമ്മുടെ മദ്രസ സംവിധാനം എവിടെ നിന്നുണ്ടായി എന്ന് ചോദിച്ചാൽ കുന്തത്തിൽ കുത്തിയ ആ ചരിത്രത്തിലേക്ക് നമ്മൾ കണ്ണുവായിക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ ഇതെങ്ങനെയാണ് നമ്മുടെ സിലബസ് ഉണ്ടായത് എന്ന്. ഖുർആൻ വലിച്ചെറിഞ്ഞ അക്കാലം മുതൽ ഇക്കാലം വരെയും ഇന്നും അങ്ങനെയാണ്. ദർസുകളിൽ പഠിപ്പിക്കുന്നതും അങ്ങനെയാണ്. ദർസുകളിൽ ആദ്യം ഫിഖ് പഠിപ്പിക്കും, മുത്തഫരീദ് പഠിപ്പിക്കും, അംദ പഠിപ്പിക്കും. എന്നിട്ട് അതങ്ങനെ പഠിച്ച് കുറേ കൊല്ലം കഴിഞ്ഞാൽ ഖുർആൻ എന്ന പേരിൽ ജലാലൈനി പഠിപ്പിക്കും. ഖുർആനല്ല പഠിപ്പിക്കുക, ജലാലൈനി പഠിപ്പിക്കും. ഖുർആനല്ല പഠിപ്പിക്കുന്നത്. ഇങ്ങനെയാണ് ഖുർആനിനെ നമ്മൾ അവഗണിച്ചത്, ഖുർആനെ നമ്മൾ മാറ്റിവെച്ചത്. എന്നിട്ട് പറയും ഖുർആൻ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല, അതങ്ങനെ പഠിക്കാനുള്ള സാധനമല്ല. ഖുർആൻ എന്താ പറയുന്നത്? ഖുർആൻ പറയുന്നത് വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്രി ഫഹൽ മിൻ മുദ്ദക്കിർ. ഇത് പഠിക്കാൻ എളുപ്പമാണ്, മനസ്സിലാക്കാൻ എളുപ്പമാണ്, മുലപ്പാൽ പോലെ ദഹിക്കുന്നതാണ്, എല്ലാവർക്കും വേണ്ടി തന്നതാണ്, സ്രഷ്ടാവിൻ്റെ സമ്മാനമാണ്, അള്ളാഹുവിൻ്റെ കലാമാണ് എന്ന് ഖുർആൻ പറയുന്നു. പുരോഹിതന്മാർ പറയുന്നു ഇത് നിങ്ങൾക്ക് മനസ്സിലാവില്ല, ഇത് പഠിച്ചാൽ തിരിയൂല, അതുകൊണ്ട് ഇത് ഞങ്ങളൊക്കെ പഠിച്ചോളാം, നിങ്ങൾ ഈ പുസ്തകങ്ങളൊക്കെ വായിച്ചാൽ മതി എന്ന് പറയും. ഖുർആനിൽ നിന്ന് അകറ്റുകയാണ് പൗരോഹിത്യ ധർമ്മം. ഖുർആനിലേക്ക് വിളിക്കുകയാണ് റമദാനിൻ്റെ സന്ദേശം. ഖുർആനിലേക്ക് അടുക്കുക. ഒരായത്ത് പഠിച്ചാൽ മതി. റമദാനിൽ ആകെ കൂടി നിങ്ങൾ ചെയ്യേണ്ടത് റമദാനിൻ്റെ സംഭാവനയായി നമുക്ക് ഖുർആൻ പഠിക്കാമെന്ന് തീരുമാനിക്കുക. ഒരുപാട് ഖത്തം തീർക്കലല്ല. നിങ്ങൾ എത്ര ഖത്തം തീർത്തു എന്ന് പഠിച്ചോൻ ചോദിക്കൂല. നിങ്ങൾ എത്ര ഖത്തം തീർത്തു എന്നുള്ളത് പഠിച്ചോൻ്റെ വിഷയവുമല്ല. ഖത്തം തീർത്തത് കൊണ്ടൊരു കാര്യവുമില്ല. അതിനു വേണ്ടിയുള്ളതല്ല ഖുർആൻ. മറിച്ച് ഞാൻ എന്ത് പഠിക്കുന്നു, ഖുർആൻ എത്ര ആയത്തുകൾ പഠിച്ചു, എത്ര ആയത്തുകൾ മനസ്സിലാക്കി, അതിൻ്റെ ആഴത്തിലേക്ക് എത്ര ആഴത്തിലേക്ക് എനിക്ക് ഇറങ്ങാൻ സാധിച്ചു എന്നുള്ളത് മാത്രമേ വിഷയമുള്ളൂ. പടച്ച തമ്പുരാനോട് നാളെ പ്രവാചകൻ പറയുന്ന ഒരു കാര്യമുണ്ട്. റബ്ബി ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ. അല്ലാഹുവേ, എൻ്റെ ഈ സമൂഹത്തെക്കുറിച്ച് എനിക്കൊരു ആവലാതിയേ ഉള്ളൂ, അവർ ഖുർആനിനെ അവഗണിച്ച് കളഞ്ഞു. നമ്മൾ ആ കൂട്ടത്തിൽ പെടുകയില്ലേ? എൻ്റെ സമൂഹത്തെക്കുറിച്ച് എനിക്കൊരു ആവലാതിയേ ഉള്ളൂ, ഒരു പരാതിയേ ഉള്ളൂ. റബ്ബി ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ. അവർ ഈ ഖുർആനിനെ അവഗണിച്ച് കളഞ്ഞു. ആ അവഗണിച്ച കൂട്ടത്തിലല്ലേ നമ്മളുള്ളത്? നമ്മളും ഖുർആനും തമ്മിലുള്ള ബന്ധം എന്താണ്? ഇതൊരു മന്ത്രം എന്നുള്ള നിലക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ എടുത്തുപയോഗിക്കാവുന്ന ഒരു പുസ്തകമായിട്ട്, അല്ലെങ്കിൽ മരിച്ചാൽ മരിച്ച വീട്ടിൽ ഉപയോഗിക്കാവുന്ന ഒരു പുസ്തകമായിട്ട്, അതല്ലെങ്കിൽ ജിന്നോ മറ്റോ ബാധയുണ്ടായി എന്ന് പറയപ്പെടുമ്പോൾ ആ ബാധ അകറ്റാനുള്ള റുഖിയായിട്ട്, മന്ത്രമായിട്ട്, ഇങ്ങനെയൊക്കെയല്ലേ ഖുർആനെ നമ്മൾ. അല്ലാതെ ഖുർആൻ നമ്മുടെ ജീവിതവുമായി എവിടെയാണ് നമുക്ക് ഖുർആനെ നമ്മൾ ബന്ധപ്പെടുത്തിയിട്ടുള്ളത്? ഒരു പുതിയ വീടൊക്കെ വെച്ച് വീട്ടിൽ ഗൃഹപ്രവേശം ഉണ്ടാകുമ്പോൾ വീട്ടിലേക്ക് കയറുന്ന ആളുടെ കയ്യിൽ പിടിക്കാനൊരു സാധനം ഖുർആൻ. ഇതാണ് നമുക്ക് ഖുർആനുമായിട്ടുള്ള ബന്ധം. ഒരു നല്ല ഖുർആൻ വാങ്ങും. എന്തിന്? വീട്ടിൽ അത് ഐശ്വര്യം വരുന്നതിന് വേണ്ടി. അങ്ങനെയാണല്ലോ, ഐശ്വര്യ യന്ത്രം.
ധനാഗമന യന്ത്രം എന്നൊക്കെ പറയുന്ന ഒരു ഐശ്വര്യത്തിൻ്റെ യന്ത്രമായിട്ട് ഖുർആൻ അതിങ്ങനെ ഷോക്കേസിൽ ഒരിക്കലും എടുക്കാതെ അങ്ങനെ സൂക്ഷിച്ചു വെക്കാനൊരു പുസ്തകം. ഇങ്ങനെ ഒരു പൂജാ പുസ്തകമല്ല ഖുർആൻ, മന്ത്രങ്ങളുടെ സമാഹാരമല്ല. അത് ഏതെങ്കിലും അർത്ഥത്തിൽ നമുക്ക് നമ്മുടെ ബാധ ഒഴിപ്പിക്കാനോ അല്ലെങ്കിൽ പിശാചിനൊഴിപ്പിക്കാനോ ഉള്ളതുമല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തെ പുഷ്കലമാക്കാനുള്ളതാണത്. ജീവിതത്തിൻ്റെ വസന്തമാണത്. നമ്മുടെ ആത്മാവിൻ്റെ ലഹരിയായി തീരണം ഖുർആൻ, ഖുർആനിൻ്റെ പ്രകാശം, ഖുർആനിൻ്റെ നൂറ്. അതാണ് റമദാനിൻ്റെ സന്ദേശം. റമദാനിൽ നമ്മൾ ചെയ്യേണ്ടത് അതാണ്. അതിനു വേണ്ടിയാണ് നോമ്പ്. നോമ്പ് എന്തിനു വേണ്ടിയാ? ഖുർആനിനെ നമ്മൾ നെഞ്ചേറ്റുന്നതിന് വേണ്ടി. അതിൻ്റെ ഉത്സവമാണ്. അല്ലാതെ വെറുതെ പട്ടിണി കിടന്നിട്ടുണ്ട്. റുബ്ബ സായിമിൻ ലൈസ ലഹു മിൻ സിയാമിഹി ഇല്ലൽ ജൂ. പ്രവാചകൻ പറയുന്നുണ്ടല്ലോ, പട്ടിണിയല്ലാതെ വേറൊരു കാര്യമില്ല. നെഞ്ചേറ്റണം ഖുർആനിനെ, ഹൃദയത്തിൽ ഏറ്റുവാങ്ങണം. ഒരായത്താണെങ്കിൽ ഒരായത്ത്, അത് മതി ഒരു ദിവസം, അത് പഠിച്ചാൽ മതി. ഇതാണ് റമദാനിൻ്റെ സന്ദേശം എന്ന് പറയുന്നത്. അതിൻ്റെ ഭാഗമാണ് നോമ്പ്. ഈ നോമ്പുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോഴും നമ്മൾ ഖുർആനിലേക്കാണ് മടങ്ങേണ്ടത്. പക്ഷേ ഖുർആനിലേക്കല്ല മടങ്ങുക, വേറെന്തൊക്കെയോ ആണ് നമ്മൾ കേൾക്കുന്നത്. ഖുർആൻ റമദാനിനെ കുറിച്ച് എന്ത് പറയുന്നു? നോമ്പിനെ കുറിച്ച് എന്ത് പറയുന്നു? യാ അയ്യുഹല്ലദീന ആമനു കുത്തിബ അലൈക്കുമുസ് സിയാമു കമാ കുത്തിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. വിശ്വാസികളെ, നിങ്ങൾക്ക് നോമ്പ് നിയമമാക്കിയിരിക്കുന്നു, പൂർവികർക്ക് നിയമമാക്കിയതുപോലെ നിങ്ങൾ തഖ്വയുള്ളവരായി തീരുന്നതിനു വേണ്ടി. ഇതാണ് നോമ്പിനെ കുറിച്ച് ഖുർആൻ പറയുന്ന കാര്യം. ഫർള് എന്നാണോ? അല്ല. പിന്നെയോ? നിയമം എന്നാണ്, കുത്തിബ എന്നാണ്. ഇതേ പ്രയോഗമാണ് വസിയത്തിനുള്ളത്, ഇതേ പ്രയോഗമാണ് ഖിതാലിനുള്ളത്. കുത്തിബ അലൈക്കുമുൽ ഖിതാലു, നിങ്ങൾക്ക് ഖിതാൽ നിയമമാക്കിയിരിക്കുന്നു. കുത്തിബ അലൈക്കുമുൽ വസിയ്യ, നിങ്ങൾക്ക് വസിയത്ത് നിയമമാക്കിയിരിക്കുന്നു. വസിയത്തും നോമ്പും ഒരേ പദത്തിലാണ് ഖുർആൻ പരിചയപ്പെടുത്തിയിട്ടുള്ളതെന്ന് അർത്ഥം. അപ്പോൾ വസിയത്തിൻ്റെ പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലാക്കാം, നോമ്പിൻ്റെ പ്രാധാന്യവും മനസ്സിലാക്കാം. നോമ്പിൻ്റെ അതേ പദവിയാണ്, അതേ ദർജയാണ് വസിയത്തിന് അള്ളാഹു നൽകിയിരിക്കുന്നത്. വസിയത്തിൻ്റെ അതേ ദർജയാണ് നോമ്പിന് അള്ളാഹു നൽകിയിരിക്കുന്നത്. കുത്തിബ എന്ന പ്രയോഗമാണ് രണ്ടിനുള്ളത്. ഇനി ഇത് എല്ലാവർക്കും നിർബന്ധമാണോ നോമ്പ്? അല്ല. ഖുർആൻ പറയുന്നത് ഓപ്ഷനലാണ്. ഓപ്ഷനലാണ്, എല്ലാവർക്കും ഒരുപോലെ ബാധകമായ സംഗതിയല്ല. മറിച്ച് അത് എടുക്കാം, എടുക്കാതിരിക്കാം, എടുക്കാം, ഉപേക്ഷിക്കാം. ഇതാണ് ഖുർആനിൻ്റെ നോമ്പുമായി ബന്ധപ്പെട്ട വിശദീകരണം. ഖുർആൻ പറയുന്നത് കാണുക, ആ ആയത്തിൻ്റെ ശേഷം അയ്യാമം മഅദൂദാത്ത്, നിശ്ചിത ദിവസങ്ങളിൽ. ഫമൻ കാന മിൻകും മരീളൻ, നിങ്ങളിൽ രോഗികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഔ അലാ സഫരിൻ, അല്ലെങ്കിൽ യാത്രയിലാണെങ്കിൽ, ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ, മറ്റ് ദിവസങ്ങളിൽ അത് എടുത്താൽ മതിയാകും. ആ മാസം തന്നെ എടുക്കണമെന്നില്ല, മറ്റ് ദിവസങ്ങളിൽ എടുത്താൽ മതി. അപ്പോൾ രോഗികളെയും യാത്രക്കാരെയും മാറ്റിവെച്ചു. ഇനി പറയുന്നത് ശ്രദ്ധിക്കണം. ഖുർആന പറയുന്നത് വഅലല്ലദീന യുതീഖൂനഹു, നോമ്പെടുക്കാൻ കഴിവുള്ളവർ തന്നെ. നോമ്പെടുക്കാൻ എല്ലാ സാധ്യതയുമുണ്ട്, കഴിവുണ്ട്. യാത്രക്കാരുമല്ല, രോഗികളുമല്ല. അവരെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞല്ലോ. നോമ്പെടുക്കാനുള്ള കഴിവുള്ളവർ, അവർ ഫിദിയത്തുൻ തആമു മിസ്കീൻ, ഒരു മിസ്കീനിന് ഭക്ഷണമായി പ്രായശ്ചിത്തം നൽകിക്കൊണ്ട് നോമ്പ് ഉപേക്ഷിക്കാവുന്നതാണ്. ഖുർആന പറയുന്നത് സൂറത്തുൽ ബഖറ 184 ആയത്ത്. ഇവിടെ ധാരാളം വിശദീകരണ കസർത്തുകൾ കളിച്ചിട്ടുണ്ട് മുഫസ്സിരീങ്ങൾ. അതിൽ ഏറ്റവും രസകരമായ ഒരു വിശദീകരണം, വഅലല്ലദീന യുതീഖൂനഹു, കഴിവുണ്ടായിരിക്കെ തന്നെ എന്ന് അള്ളാഹു പറഞ്ഞെടുത്ത് ഐ ലാ യുതീഖൂനഹു, അള്ളാഹ്ക്ക് ഒരു ലാമ് ചേർക്കാൻ വിട്ടുപോയി എന്ന് പറഞ്ഞിട്ട് ഒരു ഐ ലാ യുതീഖൂനഹു എന്ന് വെച്ചു. അതായത് കഴിവില്ലാത്തവർ എന്നാണ് ഉദ്ദേശിച്ചത്, പക്ഷേ പറഞ്ഞു പോയത് കഴിവുള്ളവരെന്നായിപ്പോയി. അള്ളാഹ്ക്ക് അവിടെ ഒരു തെറ്റുപറ്റി എന്നുള്ള മട്ടിലാണ് ചില മുഫസ്സിരീങ്ങൾ വിശദീകരിച്ചത്. ചില മുഫസ്സിരീങ്ങൾ പറയുന്നു അല്ല, യുതീഖൂനഹു തന്നെയാണ്, പടച്ചവന് തെറ്റുപറ്റിയിട്ടില്ല, പക്ഷേ ഇത് നസ്ഖ് ചെയ്യപ്പെട്ടതാണ്. ഫമൻ ഷഹിദ മിൻകുമുശ് ശഹ്റ ഫൽയസുംഹു എന്ന ആയത്ത് ഇറങ്ങിയതോടുകൂടി ഇത് നസ്ഖ് ചെയ്യപ്പെട്ടു, മൻസൂഖായിപ്പോയി. ഈ ആയത്ത് ചത്തുപോയി, അങ്ങനെയാണ് അതിൻ്റെ അർത്ഥം. പച്ച മലയാളത്തിൽ പറഞ്ഞ് ഈ ആയത്ത് ചത്തുപോയി, ഇതിൻ്റെ ശേഷം വരുന്ന ആയത്തേ ഉള്ളൂ, ഈ ആയത്ത് ചത്തുപോയതാണ് എന്നാണ് മറ്റൊരു വിശദീകരണം. വേറൊരു വിശദീകരണം അങ്ങനെയല്ല. വഅലല്ലദീന യുതീഖൂനഹു, അവർക്ക് കഴിവുണ്ട്, പക്ഷേ അത് ഞെരുക്കത്തോടു കൂടിയുള്ള കഴിവ്. പ്രായമുള്ള സ്ത്രീകൾ, അല്ല പ്രായമുള്ള ആളുകൾ, പിന്നെ അവശരായ ആളുകളൊക്കെ, അവർക്ക്
ഇങ്ങനെ ഫിദ്യ കൊടുത്താൽ മതി എന്ന് ഒക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇതിനെ വിശദീകരണ കസർത്ത് നടത്തിയിട്ട് പലതും ചെയ്തു. പക്ഷേ യാഥാർത്ഥ്യം പറഞ്ഞ പണ്ഡിതന്മാരും പൂർവികരിലുണ്ട്. അവരിൽ ഒരാളാണ് ഇമാം ഖുർത്തുബി. ഇമാം ഖുർത്തുബി പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, വഖദ് സബത ബിൽ അസാനീദി സിഹാഹി അൻ ഇബ്നു അബ്ബാസിൻ, ഇബ്നു അബ്ബാസിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസ് പ്രകാരം മനസ്സിലാകുന്നത് അന്നൽ ആയത്ത ലൈസത്ത് മൻസൂഖ, ഈ വചനം ദുർബലപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. ഈ വചനം കാലഹരണപ്പെട്ടിട്ടില്ല, മൻസൂഖായിട്ടില്ല, അതിപ്പോഴും നിലനിൽക്കുന്നു. അന്നഹ മുഹ്കമ, അതിപ്പോഴും നിലവിലുള്ള നിയമം തന്നെയാണ് എന്ന് ഇമാം ഖുർത്തുബി പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ നോമ്പ് എടുക്കാനുള്ള കഴിവുണ്ടായിരിക്കെ തന്നെ നിങ്ങൾക്ക് ഫിദ്യ കൊടുത്ത് നോമ്പ് ഉപേക്ഷിക്കാവുന്നതാണ്. പക്ഷേ അവിടെ ഖുർആൻ വേറൊരു കാര്യം പറയുന്നുണ്ട്, വഅൻ തസൂമു ഖൈറുൽ ലക്കും, നോമ്പെടുക്കലാണ് നിങ്ങൾക്ക് നല്ലത്. നോമ്പെടുക്കലാണ് നല്ലത്. അത് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കാമല്ലോ മേലെ പറഞ്ഞത് എന്താണെന്ന്. നോമ്പെടുക്കലാണ് നല്ലത്. പക്ഷേ ഒരാൾക്ക് നോമ്പെടുക്കാൻ മനസ്സില്ല, എന്തൊക്കെയോ കാരണങ്ങളാൽ അയാൾക്ക് ചായ കുടിക്കാതെ പറ്റൂല, അല്ലെങ്കിൽ വിശപ്പ് സഹിക്കാൻ പറ്റൂല, അല്ലെങ്കിൽ വലിയ വേനൽക്കാലമായതുകൊണ്ട് ദാഹം വലിയ പ്രശ്നമാണ്. അവർക്ക് നോമ്പ് ഉപേക്ഷിക്കാൻ ഫിദ്യ കൊടുത്താൽ മതി. ഖുർആൻ പറയുന്നു ഫിദ്യ കൊടുത്താൽ മതി, ഒരു കുഴപ്പമില്ല. ഇതേ സംബന്ധിച്ച് ഇമാം തബരി പറയുന്നത് എന്താണ്? തബരി പറയുന്നത് വഅലല്ലദീന യുതീഖൂനഹു കാന ദാലിക ഫീ അവ്വലി മാ ഫുരിള സൗം, ആദ്യകാലത്ത് ഇറങ്ങിയ ആയത്താണിത്. വക്കാന മൻ അതാഖഹു മിനൽ മുഖീമീന സാമഹു ഇൻഷാ വ ഇൻഷാ അഫ്തറഹു വഫ്തദ, നോമ്പ് അവർക്ക് വേണമെങ്കിൽ നോമ്പെടുക്കാം, അല്ലെങ്കിൽ നോമ്പ് ഉപേക്ഷിച്ച് ഫിദ്യ കൊടുക്കാം, പ്രായശ്ചിത്തം നൽകാം എന്നുള്ളതാണ്. ഫഅതഅമ ലികുല്ലി യൗമിൻ അഫ്തറഹു മിസ്കീനൻ ഹത്ത നുസ്ഖ ദാലിക, ഇത് നസ്ഖ് ചെയ്യപ്പെടുന്നത് വരെ ഈ നിയമം ഉണ്ടായിരുന്നു. ഇതാണ് ഇമാം തബരി അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ ആദ്യം പറഞ്ഞത്. ഇനി രണ്ടാമത് പറയാം, അതിന് ശേഷം പറയുന്നത് നോക്കണം. പക്ഷെ വസാറത്തിൽ ആയത്തു, അദ്ദേഹം കുറേ അഭിപ്രായങ്ങൾ പറയുന്ന ആളാണ് കേട്ടോ. തബരി പല അഭിപ്രായങ്ങളും പറയും. രണ്ടാമത് പറയുന്ന അഭിപ്രായം വഖാല ആഖറൂന, ചില പണ്ഡിതന്മാർ പറയുന്നു ലം യുൻസഖ് ദാലിക വലാ ശൈഉൻ മിൻഹു, ഇതിൽ നിന്ന് ഒന്നും ദുർബലപ്പെട്ടിട്ടില്ല. വഹുവ ഹുക്മുൻ മുസ്ബത്തുൻ മിൻ ലദുൻ നസലത്ത് ഹാദിഹിൽ ആയ ഇലാ ഖിയാമിസ, ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്ന നിയമം തന്നെയാണത്. ഇന്നമാ തഅ്വീലു ദാലിക, ഇമാം തബരി പറയുന്നു എനിക്കിതിൽ നിന്ന് മനസ്സിലാകുന്നത് ഈ ആയത്തിൻ്റെ വിശദീകരണം വഅലല്ലദീന യുതീഖൂനഹു ഫീ ഹാലി ശബാബിഹിം വസിഹ്ഹതിഹിം വഖുവ്വതിഹിം, യുവാക്കളാകട്ടെ, ആരോഗ്യവാന്മാരാകട്ടെ, ശക്തരാകട്ടെ, ആരാണെങ്കിലും വഹും അല സൗമി ഖാദിറുൻ, നോമ്പെടുക്കാൻ കഴിവുള്ളവരാണ്, അങ്ങനെയുള്ള ആളുകൾക്കും റുഖിസ ലഹും ഫിൽ ഇഫ്താരി ഇദഫ്തദൗ, അവർക്ക് പ്രായശ്ചിത്തം നൽകിക്കൊണ്ട് നോമ്പ് ഉപേക്ഷിക്കാവുന്നതാണ്. ഞാനിത് പറയുന്നത് നോമ്പാണ് ഏറ്റവും നല്ലത് എന്ന് തന്നെ പറഞ്ഞുകൊണ്ടാണ്. ഖുർആൻ തന്നെ പറയുന്നുണ്ട് വഅൻ തസൂമു ഖൈറുൽ ലക്കും, നോമ്പാണ് നല്ലത്. പക്ഷേ അതോടൊപ്പം നോമ്പ് ഉപേക്ഷിക്കാനുള്ള ഓപ്ഷൻ അള്ളാഹു നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഖുർആൻ നേർക്കുനേരെ പറയുകയും ഇമാം തബരിയെ പോലുള്ള ഇമാം ഖുർത്തുബിയെ പോലുള്ള പണ്ഡിതന്മാർ അത് വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് മറച്ചു വെക്കുകയായിരുന്നു. നോമ്പ് ഉപേക്ഷിക്കുന്നത് ഭീകരമായ എന്തോ ഒരു കുറ്റകൃത്യമല്ല. നോമ്പ് ഒരാൾക്ക് വേണമെങ്കിൽ ഉപേക്ഷിക്കാം, പക്ഷേ നോമ്പെടുക്കലാണ് നല്ലത്. ഇത്രയും ഞാൻ പറഞ്ഞത് എന്തിനാണെന്നറിയോ? ചില സ്ത്രീകൾ വിളിച്ച് ചോദിക്കാറുണ്ട്, ഞാൻ മുലയൂട്ടുന്ന ഒരു ഉമ്മയാണ്, എനിക്ക് 1 വയസ്സുള്ളൊരു കുഞ്ഞുണ്ട്, പക്ഷേ നോമ്പെടുത്താൽ എനിക്ക് കുട്ടിക്ക് പ്രയാസം ഉണ്ടാകും, പാലുണ്ടാവില്ല, ഇങ്ങനെയുള്ള ഘട്ടത്തിൽ ഞാൻ എന്താ ചെയ്യേണ്ടത്? എനിക്ക് നോറ്റ് വീട്ടാൻ കഴിയില്ല, അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? നിങ്ങൾ ഫിദ്യ കൊടുത്താൽ മതി എന്ന് പറയുമ്പോൾ അവർക്ക് തൃപ്തിയാവുന്നില്ല. അവർ പറയുന്നു, ഉസ്താദുമാർ പറയുന്നു ഫിദ്യയും കൊടുക്കണം, നോമ്പ് കൊടുക്കണം, അത് 1 കൊല്ലം കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ എടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. എന്താണ് ഇങ്ങനെ? ഒരു പലിശ കച്ചവടക്കാരനാണ് അല്ലാഹു തആല. നിങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ കൂട്ടുപലിശയും കൂടി കൊടുക്കണം എന്ന് പറയുന്നത് പോലെ അല്ല. വളരെ കൃത്യമായി ഇമാം ഇബ്നു അബ്ബാസ് പറയുന്നുണ്ട് ഈ വിഷയത്തിൽ. അദ്ദേഹം പറയുന്നു അന്നഹു റഅ ഉമ്മ വലദിൻ ലഹു ഹാമിലൻ, ഒരു ഗർഭിണിയായ സ്ത്രീയെ കണ്ടപ്പോൾ ഫഖാൽ, അദ്ദേഹം പറഞ്ഞു അൻതി ബി മൻസിലത്തില്ലദി ലാ യുതിഖുഹു, നോമ്പെടുക്കാൻ കഴിയാത്ത ആൾക്കാരുടെ കൂട്ടത്തിലാണ് നീ, അതുകൊണ്ട് അലൈകി അൻ തുതഇമി മക്കാന കുല്ല യൗമിൻ മിസ്കീനൻ, ഒരു ദിവസം ഒരു മിസ്കീന് ഭക്ഷണം കൊടുത്തിട്ട് നിനക്ക് നോമ്പ് ഉപേക്ഷിക്കാം. ലാ ഖദാ അലൈകി, നീ നോമ്പ് പിന്നീട് വീട്ടുകയും ചെയ്യേണ്ടതില്ല. ഇമാം തബരിയുടെ തഫ്സീറിൽ 2759 തഫ്സീറാണിത്. നമ്പർ അടക്കം പറയാം, 2759 നമ്പർ ഖണ്ഡികയിൽ അദ്ദേഹം പറയുന്നു നോമ്പ് ഖദാ വീട്ടേണ്ടതില്ല, അത് വെറും ഫിദ്യ കൊടുത്താൽ മതി.
ഗർഭിണികളായ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 3 വർഷം കൂടുമ്പോൾ പിന്നെ 3 കൊല്ലം 3 കുട്ടികളെ പ്രസവിച്ച ഒരു ഉമ്മയെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ വർഷം ഗർഭം, രണ്ടാമത്തെ 2 വർഷം മുലയൂട്ടൽ, പിന്നെയും ഗർഭം മുലയൂട്ടൽ, പിന്നെയും ഗർഭം മുലയൂട്ടൽ, ഇങ്ങനെ 9 വർഷം 10 വർഷം നോമ്പെടുക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഈ പാവം സ്ത്രീ എന്ത് ചെയ്യണം? പിന്നെ 10 കൊല്ലം നോമ്പെടുത്ത് വീട്ടണോ? അവർക്ക് കഴിവുണ്ടെങ്കിൽ അവർ പിന്നെ ഫിദ്യ കൊടുക്കണം. ഇനി ആ ഫിദ്യ കൊടുക്കാൻ കഴിവില്ലെങ്കിലോ? ഫിദ്യ കൊടുക്കാൻ കഴിവില്ലെങ്കിൽ അതും പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. ഒരാൾ വന്നിട്ട് നോമ്പിൻ്റെ പിന്നെ ഈ വക കാര്യങ്ങളിൽ ഫിദ്യ കൊടുക്കാൻ ബാധ്യസ്ഥനായ ഒരാൾ വന്നിട്ട് നബിയോട് പറഞ്ഞു, നബി എൻ്റെ അടുത്ത് ഫിദ്യ കൊടുക്കാനൊന്നുമില്ല. നബി പറഞ്ഞു ഞാൻ തരാം എന്ന് പറഞ്ഞിട്ട് പ്രവാചകന് ഫിദ്യ കൊടുക്കാനുള്ള ഭക്ഷണം അയാൾക്ക് കൊടുത്തു, സാധനം കൊടുത്തു. അപ്പോൾ അയാൾ പറഞ്ഞു, നബി എന്നെക്കാളും ദാരിദ്ര്യം പിടിച്ച ആരും ഈ പിന്നെ നാട്ടിലില്ല, എന്നാൽ പിന്നെ നീ എന്നെ എടുത്തോ എൻ്റെ ഫിദ്യ എന്ന് പറഞ്ഞിട്ട് അയാളോട് തന്നെ എടുത്തുകൊണ്ട് കൊണ്ടുപോകാൻ പറഞ്ഞു. ഇവർ പഠിപ്പിക്കുന്ന കിതാബിൽ തന്നെ ഉള്ളതായി കാര്യങ്ങളൊക്കെ. എന്ന് വെച്ചാൽ വളരെ ഫ്ലെക്സിബിളാണ് ഇതിൽ ഇസ്ലാം. പ്രവാചകൻ ഖുർആൻ ഫ്ലെക്സിബിളാണ്. ഇതിനെയാണ് ഇവരിങ്ങനെ റിജിഡാക്കി, ഇരുമ്പലൊക്കെ പോലെയാക്കി, മനുഷ്യന് താങ്ങാൻ പറ്റാത്തതാക്കി തീർക്കുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് വേറെ ചില വിഷയങ്ങളും കൂടിയുണ്ട്. ഇപ്പം റമദാൻ ആകുമ്പോൾ ഹോട്ടലുകളൊക്കെ അടക്കും. ഹോട്ടൽ അടക്കം എന്തോ ഒരു പുണ്യപ്രവൃത്തിയാണെന്നാണ് ഹോട്ടൽ മുതലാളിമാരൊക്കെ വിചാരിക്കുന്നത്. നിങ്ങൾ അറിയേണ്ടത് ഹോട്ടൽ തുറക്കലാണ് പുണ്യപ്രവൃത്തി. കാരണം റമദാനിൽ നോമ്പെടുക്കാൻ ബാധ്യസ്ഥരായ ആളുകളെ പോലെ നോമ്പെടുക്കേണ്ടതില്ലാത്ത ധാരാളം ആളുകൾ മുസ്ലിം സമൂഹത്തിൽ തന്നെയുണ്ട്. രോഗികൾ നോമ്പെടുക്കണ്ട, യാത്രക്കാർ നോമ്പെടുക്കണ്ട, കുട്ടികൾ നോമ്പെടുക്കണ്ട, പ്രായമുള്ളവർ നോമ്പെടുക്കണ്ട, കഠിനാധ്വാനം ചെയ്യുന്ന ജോലിക്കാർ നോമ്പെടുക്കണ്ട. ഇവർക്കൊക്കെ പുറത്തിറങ്ങിയ ഭക്ഷണം വേണ്ടേ? ഈ ഹോട്ടലുകളൊക്കെ പൂട്ടിയാൽ ഇവരവിടുന്ന് ഭക്ഷണം കഴിക്കും. ഭക്ഷണം കൊടുക്കാതിരിക്കലാണോ റമദാനിൻ്റെ പ്രത്യേകത? ഭക്ഷണം കൊടുക്കൽ എന്തോ ഹറാമായ കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ പലചരക്ക് കട പൂട്ടണ്ടേ? പലചരക്ക് കടയിൽ വിൽക്കുന്നത് അരിയല്ലേ, പഞ്ചസാരയും ചായപ്പൊടിയല്ലേ? അത് കൊണ്ടുപോയിട്ട് ചായ ഉണ്ടാക്കുന്നില്ലേ? അപ്പോൾ ഹോട്ടൽ മാത്രം അടച്ചാൽ മതിയോ? ഇതൊക്കെ എവിടുന്ന് വരുന്ന ഇസ്ലാമാണ്? എവിടുന്നാണ് ഈ ഇസ്ലാമൊക്കെ കിട്ടുന്നത്? ഹോട്ടൽ പൂട്ടുക എന്നുള്ളത് റമദാനുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഗതിയല്ല. അത് റമദാനിനെ ആദരിക്കുന്നതിൻ്റെ ഭാഗമല്ല. അവിടെ കഴിക്കുന്നത് ഭക്ഷണമാണ്. ആ ഭക്ഷണം കഴിക്കുന്നിടത്ത് എന്തിനാ ഹോട്ടൽ പൂട്ടുന്നത്? അത് പൂട്ടിക്കാൻ വേണ്ടി ചില കമ്മിറ്റിയുണ്ട്. ഹോട്ടൽ പൂട്ടിക്കാൻ വേണ്ടി കമ്മിറ്റി. ഇസ്ലാമിൻ്റെ ഈമാനിൻ്റെ പ്രകടനമാണത്രേ അത്. യഥാർത്ഥത്തിൽ മനുഷ്യന് പുറത്തിറങ്ങുമ്പോൾ യാത്രക്കാർക്ക് നോമ്പെടുക്കണ്ടെന്ന് പറഞ്ഞത് അവർ ഭക്ഷണം കഴിച്ചോട്ടെ, വെള്ളം കുടിച്ചോട്ടെ എന്നുള്ള നിലക്കല്ലേ? അവർക്ക് വെള്ളവും ഭക്ഷണവും ഇവിടെ ഹോട്ടലുകളും കൂൾബാറുകളും അടച്ചിട്ട് അവർക്ക് തടഞ്ഞാൽ അവരെങ്ങനെയാണ് പിന്നെ ഈ ഖുർആനിൻ്റെ ആജ്ഞ നടപ്പിലാക്കുക? ഇമാം അബൂ ഹനീഫയുടെ അഭിപ്രായത്തിൽ നോമ്പ് കാലത്ത് യാത്ര ചെയ്യുന്നവർ നോമ്പെടുക്കാൻ പാടില്ല എന്നാണ്. നോമ്പ് ഒഴിവാക്കാമെന്നല്ല പറയുന്നത്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ നോമ്പെടുക്കാൻ പാടില്ല, നോമ്പ് നിർബന്ധമായി ഒഴിവാക്കണം എന്നാ. അപ്പോൾ ഈ ഹോട്ടലുകളൊക്കെ പൂട്ടി എന്ത് ചെയ്യും? വെറുതെ മതം എന്ന പേരിൽ എന്തൊക്കെയോ ഭ്രാന്ത് കാട്ടിക്കൂട്ടുകയാണ്. അതുപോലെ ജോലിക്ക് പോകുന്ന ആളുകൾ, വയലിൽ പണിയെടുക്കുന്നവർ, പാടത്തും പറമ്പത്തും പണിയെടുക്കുന്നവർ, കടലിൽ പണിയെടുക്കുന്നവർ, കഠിനാധ്വാനം ചെയ്യുന്നവർ, ഇവരൊക്കെ ഈ നോമ്പെടുക്കുന്ന എങ്ങനെ? അവരൊക്കെ ഫിദ്യ കൊടുത്താൽ മതി. അവരൊക്കെ ഫിദ്യ കൊടുത്തിട്ട് അവർക്ക് നോമ്പ് ഉപേക്ഷിക്കാം. ഒരു പാവപ്പെട്ടവന് ഭക്ഷണവും കിട്ടും, ഇവർക്ക് നേരം വണ്ണം ജോലിയും ചെയ്യാം. ജോലിയില്ലാത്ത ദിവസങ്ങളിൽ നോമ്പെടുത്തോ, ഒരു കുഴപ്പമില്ല. ഇനി മറ്റ് സമയങ്ങളിൽ നോമ്പെടുത്ത് വീട്ടാൻ പറ്റുമെങ്കിൽ ചെയ്യാം. എന്ന് വെച്ചാൽ അള്ളാഹു ഇത് പറഞ്ഞുകൊണ്ട് അള്ളാഹു അടിവരയിട്ട് സൂചിപ്പിക്കുന്ന ഒരു സംഗതിയുണ്ട്. ലാ യുരീദുല്ലാഹു ബിക്കുമുൽ ഉസ്ര വല യുരീദു ബിക്കുമുൽ യുസ്ര വലാ യുരീദു ബിക്കുമുൽ ഉസ്ര. അള്ളാഹു നിങ്ങൾക്ക് ആർക്കും എന്തെങ്കിലും പ്രയാസം ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങളുടെ ജീവിതം കഷ്ടപ്പെടുത്തി ജീവിതത്തെ ഇടങ്ങാറാക്കാനല്ല അള്ളാഹു ഉദ്ദേശിക്കുന്നത്. മറിച്ച് ഇതിലൂടെ തഖ്വ ഉണ്ടാക്കാനാണ്. എന്തോ ഒരു ഭീകരമായ എന്തോ ഒരു സംഗതി എത്തിപ്പിടിക്കുന്നത് പോലെയല്ല നോമ്പെടുക്കേണ്ടത്. മറിച്ച് വളരെ ആയാസരഹിതമായി, താല്പര്യപൂർവ്വം, സന്തോഷപൂർവ്വം നോമ്പെടുക്കണം. ഇതുപോലെ പറയേണ്ടുന്ന മറ്റൊരു കാര്യമാണ് കുട്ടികളെ കൊണ്ട് നോമ്പെടുപ്പിക്കുക. സ്കൂളിൽ പോകുന്ന കുട്ടികളെ കൊണ്ട്, പഠിക്കുന്ന കുട്ടികളെ കൊണ്ട് നോമ്പെടുപ്പിച്ച ഈ രക്ഷിതാക്കൾക്ക് കൂലി കിട്ടും അത്രേ. രക്ഷിതാക്കൾക്ക് കൂലി കിട്ടാൻ വേണ്ടി ഈ കുട്ടികളെയൊക്കെ മനപ്പാഠം പഠിപ്പിക്കുന്ന ഹിഫ്ലിനെ പഠിപ്പിച്ചിട്ടും പിന്നെ കിരീടം കിട്ടാനാണത്രേ. അതുപോലെ കുട്ടികളെ കൊണ്ട് നോമ്പെടുപ്പിച്ചാൽ ഈ കഠിനമായ ചൂടിന് എത്ര നോമ്പെടുക്കുന്നതിന് പ്രത്യേകമായ പാരിതോഷികമൊക്കെ നൽകിയിട്ട്, ഇതൊരു മനുഷ്യന്റെ പ്രായപൂർത്തി എത്തുന്ന സമയത്ത് അവന്റെ ഉള്ളിൽ നിന്നുണ്ടാകുന്ന ഒരു പ്രചോദനത്താൽ സംഭവിക്കേണ്ടതല്ലേ? അല്ലാതെ ഈ കഠിന വേനലിന് പഠിക്കുന്ന സമയത്ത്, പരീക്ഷ എഴുതേണ്ടുന്ന സമയത്ത് വെള്ളം പോലും കുടിക്കാതെ കുട്ടികളെ നോമ്പെടുപ്പിച്ചിട്ട് രക്ഷിതാക്കൾക്ക് കൂലിയും രക്ഷിതാക്കൾക്ക് സ്വർഗവും കിട്ടാൻ വേണ്ടി ആലോചിച്ച് നോക്കൂ, എത്ര വലിയ പീഡനമാണത്. ഇതൊക്കെ പറഞ്ഞു വരുന്നത് ഇസ്ലാം എന്ന് പറയുന്നത്, ഖുർആൻ എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ആത്മീയമായ വളർച്ചയെ, അവൻ്റെ അത്യുന്നതമായ അവൻ്റെ മഹത്വത്തെ
ത്വരിതപ്പെടുത്തുന്നതിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള കർമ്മങ്ങളെ ഈ അർത്ഥത്തിൽ പീഡനത്തിൻ്റെ ഉപാധിയാക്കി മാറ്റരുത്. അങ്ങനെ മാറ്റുന്നില്ല. ഖുർആൻ മനുഷ്യന് സമാധാനവും സന്തോഷവും നൽകുന്ന വിധത്തിലാണ് ഇക്കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഞാൻ പറഞ്ഞതൊക്കെ ഖുർആനാണ്. ഞാൻ ഒന്നുകൂടി അതിൻ്റെ അർത്ഥം പറയാം, നിങ്ങൾ ആലോചിക്കാൻ വേണ്ടി. ഉസ്താദുമാരോട് ചോദിക്കുന്നുവെങ്കിൽ നിങ്ങൾ ചോദിക്കണം, ഖുർആനിൽ എന്ത് പറഞ്ഞിട്ടുണ്ട്, അത് നിങ്ങൾ പറയും. ബാക്കിയൊക്കെ നമുക്ക് പിന്നെ പറയാം. ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത് ശരിയാണോ അല്ലേ? ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത് എന്താണ്? വഅലല്ലദീന യുതീഖൂനഹു, നോമ്പെടുക്കാൻ കഴിവുള്ള ആളുകൾ, ഫിദിയത്തുൻ, അവർ ഫിദിയ കൊടുത്താൽ മതി, തആമു മിസ്കീൻ, ഒരു മിസ്കീനിന് ഭക്ഷണമായിട്ട് ഫിദിയ കൊടുത്താൽ മതി, പ്രായശ്ചിത്തം കൊടുത്താൽ മതി. വഅൻ തസൂമു ഖൈറുൽ ലക്കും, എന്നാലും നോമ്പെടുക്കലാണ് നല്ലത്. ഇൻ കുന്തും തഅലമൂൻ, നിങ്ങൾക്ക് വിവരമുണ്ടെങ്കിൽ. ഖുർആൻ പറഞ്ഞ ഈ വചനം വെച്ചുകൊണ്ട് ഗർഭിണികളും മുലയൂട്ടുന്നവരും ജോലി ചെയ്യുന്നവരും പ്രയാസമനുഭവിക്കുന്നവരും വൃദ്ധരായ ആളുകളൊക്കെ സോഡിയം കുറഞ്ഞിട്ട് ആശുപത്രിയിലായി പോകുന്ന ആളുകളുണ്ട് നോമ്പെടുത്തിട്ട്. കാരണം അവർ നോമ്പെടുക്കുന്നത് എന്താ? കുറ്റമല്ലേ എന്ന് വിചാരിച്ചിട്ട്, കുറ്റം കിട്ടും, നരകത്തിൽ പോകേണ്ടി വരും എന്ന് വിചാരിച്ചിട്ട്. എന്തൊക്കെ പറഞ്ഞാലും അവർ വെള്ളം കുടിക്കാൻ നിൽക്കൂല, ഈമാൻ കൊണ്ടല്ല, പിന്നെയോ നരകത്തിൽ പോകേണ്ടി വരും എന്ന് വിചാരിച്ചിട്ട്, സ്വർഗം നഷ്ടപ്പെട്ടു പോകുമെന്ന് വിചാരിച്ചിട്ട്. ഖുർആൻ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. ഖുർആൻ മനസ്സിലാക്കിയെങ്കിൽ ഇത്ര എളുപ്പത്തിൽ, ഇത്ര സന്തോഷത്തിൽ, ആനന്ദത്തോടെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരാരാധനാ കർമ്മമില്ല ഇത് മനസ്സിലാക്കിയാൽ. ഇത് മനസ്സിലാക്കാതെ പുരോഹിതന്മാരുടെ വാക്കുകൾ പിടിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്കിതൊക്കെ പ്രയാസകരമായി തോന്നുന്നത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹൽ അദീം ലി വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. الصلاة والسلام على سيدنا محمد سيد الكونين محبوب رب المشرقين والمغربين خاتم الأنبياء سيد المرسلين مراد المشتاقين محبوب العاشقين جد الحسن والحسين صاحب الحرمين وبن الذبيحين سيدنا محمد بن عبد الله بن عبد المطلب صلى الله عليه وعلى آله وصحبه الذين جاهدوا بأموالهم في سبيل الله وباعوا نفوسهم لدين الهدى رضي الله عنهم ورضوا عنه ذلك لمن خشي ربه إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. സഹോദരികളെ, തഖ്വയുള്ളവരായിരിക്കണമെന്നൊന്നുകൂടി ഉണർത്തുകയാണ്. നോമ്പുമായി ബന്ധപ്പെട്ട് മറ്റൊരു അന്വേഷണം വരാറുള്ളത് ഈ ഡ്രൈവർമാരിൽ നിന്നാണ്. ലോങ് റൂട്ടിലൊക്കെ പോകുന്ന നാഷണൽ പെർമിറ്റ് ലോറികളിലെ ഡ്രൈവർമാർ, അതുപോലെ ലോങ് റൂട്ടിൽ പോകുന്ന KSRTC ഡ്രൈവർമാർ, പിന്നെ ലോക്കോ പൈലറ്റുമാർ, ഇങ്ങനെ ചില ആളുകളൊക്കെ വിളിച്ച് ചോദിക്കാറുണ്ട് ഞങ്ങൾ എന്ത് ചെയ്യണം. അവരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ജോലി സമയത്ത് നോമ്പെടുക്കേണ്ടതില്ല എന്ന് തന്നെയാണ്. നിങ്ങൾ ജോലിയിൽ ശ്രദ്ധിക്കുക. മറ്റ് സമയത്ത് നോമ്പെടുക്കാൻ പറ്റുന്ന സമയമുണ്ടെങ്കിൽ നിങ്ങൾ നോമ്പെടുത്ത് വീട്ടുക, അല്ലെങ്കിൽ ഫിദിയ കൊടുക്കുക. രണ്ടും കൂടി വേണ്ടതുമില്ല. ഇത് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ ശരീരത്തെ പീഡിപ്പിക്കുന്ന ഒരുതരം മസോക്കിസം, ശരീരത്തെ പീഡിപ്പിക്കുന്ന ആത്മപീഡ നടത്തിയിട്ട് ദൈവ സംതൃപ്തി നേടാം എന്ന് വിചാരിക്കരുത്. അങ്ങനെ ഉണ്ടല്ലോ, നമ്മളെ തന്നെ വേദനിപ്പിച്ചിട്ട് പിന്നെ അള്ളാഹു സന്തോഷിക്കുന്ന ഒരു അങ്ങനെ ഒരു ദൈവസങ്കല്പം ഇസ്ലാമിലില്ല. നമ്മളെ പീഡിപ്പിക്കുമ്പോൾ സന്തോഷിക്കുന്ന ദൈവമല്ല. നമ്മൾ ചിരിക്കുമ്പോൾ, നമ്മുടെ മുഖത്തൊരു പുഞ്ചിരി വിരിയുമ്പോൾ, നമ്മൾ സന്തോഷിക്കുമ്പോൾ, നമ്മൾ ആനന്ദിക്കുമ്പോൾ നമ്മോടൊപ്പം ചിരിക്കുന്ന, നമ്മളോടൊപ്പം സന്തോഷിക്കുന്ന, നമ്മൾ സന്തോഷിക്കുന്നത് കാണാൻ ആഗ്രഹിക്കുന്ന പടച്ചമ്പുരാനെയാണ് ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. അല്ലാതെ നമ്മൾ സങ്കടപ്പെടുമ്പോൾ അങ്ങനെ വേണം എന്ന് വിചാരിക്കുന്ന ഒരു മനസ്സുള്ള ഒരു ദൈവമല്ല ഖുർആനിലുള്ളത്. നമ്മളോടൊപ്പം ചിരിക്കുന്ന, നമ്മുടെ സന്തോഷമാണ് പടച്ചവൻ്റെ സന്തോഷം, നമ്മുടെ ആനന്ദമാണ് പടച്ചവൻ്റെ ആനന്ദം. അതിനുവേണ്ടിയാണ് ഈ സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടുള്ളത്. മൗലാന റൂമി പറയുന്നുണ്ട്, ആരാണ് കാഫിർ എന്ന ചോദ്യത്തിന് മൗലാന റൂമി ഒരു ഉത്തരം പറയുന്നുണ്ട്. ഒരാൾ വാതിൽ തുറന്നു, രാവിലെ വാതിൽ തുറന്നപ്പോൾ അയാളുടെ മുന്നിൽ പൂക്കൾ കാണുന്നുണ്ട്. പക്ഷേ ആ പൂവ് കാണാതെ അയാൾ അകലേക്ക് നോക്കുന്നു. അപ്പോൾ പടച്ചവന് സങ്കടം വരും. കാരണം അവന് വേണ്ടിയാണ് ഈ പൂവുണ്ടാക്കിയത്, നമുക്ക് വേണ്ടിയാണ് ആ പൂവുണ്ടാക്കിയത്. നമ്മുടെ വീട് വാതിൽ തുറന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ ആ വിരിഞ്ഞു നിൽക്കുന്ന പൂവ് പടച്ചവനുണ്ടാക്കിയത്. എൻ്റെ ഒരു ദാസൻ, ആ ദാസൻ വാതിൽ തുറന്ന് രാവിലെ പുറത്തേക്ക് വരുമ്പോൾ ഈ വർണ്ണാഭമായ പൂക്കൾ കണ്ട് സന്തോഷിക്കണം. പക്ഷെ അവനത് കാണുന്നില്ലെങ്കിൽ പടച്ചവൻ്റെ ഒരു അനുഗ്രഹത്തെ നിഷേധിച്ചവനാണ്, അവനാണ് കാഫിർ എന്ന് ഇമാം റൂമി പറയുന്നുണ്ട്, മൗലാന റൂമി പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടി സംവിധാനിച്ച ഈ സംവിധാനങ്ങളെ ഒന്നും കാണാതെ നമ്മൾ സ്വയം പീഡിപ്പിക്കാൻ തീരുമാനിച്ചാൽ സംതൃപ്തനാകുന്നൊരു ദൈവമല്ല പടച്ചവൻ. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ പറയുന്നതൊക്കെ പുരോഹിതന്മാരുടെ ഭാഷ്യമാണ്, ഖുർആനിൻ്റെ ഭാഷ്യമല്ല. ഖുർആൻ
നമ്മെ ആനന്ദത്തിലേക്ക് നയിക്കുന്നു, പുരോഹിതന്മാർ നമ്മെ പീഡനത്തിലേക്ക് നയിക്കുന്നു. ഇതാണ് വ്യത്യാസം എന്ന് പറയുന്നത്. ഇന്നത്തെ ഈ രണ്ടാം ഖുത്ബയിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ച മറ്റൊരു കാര്യം ഉണ്ടായിരുന്നു. ഒരു വിധവയായ സ്ത്രീ തൻ്റെ വൈധവ്യത്തിൻ്റെ എല്ലാ വിഷമങ്ങളെയും മാറ്റിവെച്ച് മക്കൾക്ക് വേണ്ടി ജീവിച്ച് മക്കളെ വളർത്തി വലുതാക്കി അവസാനം മക്കളൊക്കെ വലുതായപ്പോൾ ഈ മക്കളോടൊപ്പം ഒന്ന് യാത്ര പോയിട്ട് മണാലിയിൽ പോയിട്ട് മഞ്ഞുവാരി കളിച്ചപ്പോൾ അതിനെ എന്തോ ഭീകരമായ കുറ്റകൃത്യമായിട്ട് ഇങ്ങനെ അലറി വിളിക്കുന്ന പുരോഹിതന്മാർ കാണുന്നുണ്ട്. ഈ പുരോഹിതന്മാർക്ക് ചൊറിച്ചിലാണെങ്കിൽ ഈ പുരോഹിതന്മാരോട് നമുക്ക് പറയാനുള്ളത്, നിങ്ങളിനി ചൊറിഞ്ഞുകൊണ്ടേയിരിക്കേണ്ടി വരും. കാരണം കാലം മാറി. ആളുകൾ അവരുടെ ജീവിതം ആഘോഷിക്കാൻ തീരുമാനിച്ചു. ഇസ്ലാമിൽ നിന്നുകൊണ്ട് നിങ്ങൾ പറയുന്നതല്ല ഇസ്ലാം എന്ന് ആളുകൾക്ക് മനസ്സിലായി തുടങ്ങി. നിങ്ങൾ പറയുന്നതല്ല ഇസ്ലാം. ആഘോഷിക്കാൻ, യാത്ര പോകാൻ, വിധവകൾ വീട്ടിൻ്റെ ഉള്ളിൽ ഇരുന്നാൽ മതി എന്നാണ് മുസ്ലിയാർ പറഞ്ഞത്. വീട്ടിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് സുബ്ഹാനല്ലാഹ് ചെല്ലേണ്ടുന്ന ഈ വിധവ എന്തിനാ മണാലിയിൽ പോയി മണൽ വാരുന്നത്, മഞ്ഞ് വാരുന്നത് എന്നാണ്. എങ്കിൽ മനസ്സിലാക്കണം, ഖുർആൻ പഠിപ്പിച്ച ഇസ്ലാം മനസ്സിലായി തുടങ്ങിയിരിക്കുന്നു സമൂഹത്തിന്. നിങ്ങൾ പറഞ്ഞതൊക്കെ കള്ളമാണെന്ന്, നിങ്ങൾ പറഞ്ഞതൊക്കെ തട്ടിപ്പാണെന്ന്, നിങ്ങൾ പറഞ്ഞതൊക്കെയും ചൂഷണമാണെന്ന്, നിങ്ങൾ ഇത്രയും കാലം ജനങ്ങളെ വഞ്ചിക്കുകയായിരുന്നുവെന്ന് സമൂഹം മനസ്സിലാക്കി തുടങ്ങി. ഇനി അവർ ആഘോഷിക്കും, ഇസ്ലാം ആഘോഷിക്കും, ഖുർആനിൽ നിന്ന് ജീവിതം ആഘോഷിക്കും. അവർ യാത്ര പോകും. ഈ പ്രപഞ്ചം മുഴുവനും തങ്ങൾക്ക് വേണ്ടി തുറന്നു വെച്ച അള്ളാഹുവിൻ്റെ പാഠപുസ്തകമാണെന്ന് അവരറിയും. മണാലിയിൽ അള്ളാഹു ഉണ്ട്, കശ്മീരിൽ അള്ളാഹു ഉണ്ട്, ലോകത്തിൻ്റെ നാനാഭാഗത്തും പ്രപഞ്ച സൃഷ്ടാവിൻ്റെ മുദ്രകളുണ്ട്. ഈ മഞ്ഞിലും തൂണിലും തുരുമ്പിലും എല്ലാം പടച്ചവനെ കാണുന്ന ആ മാന്ത്രിക കണ്ണ് ഖുർആൻ ജനങ്ങൾക്ക് നൽകുന്നുണ്ട്. അത് മനസ്സിലായി തുടങ്ങിയിരിക്കുന്നു. ഇനി നിങ്ങൾക്ക് പിടിച്ചു വെക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇനി നിങ്ങൾ ചൊറിഞ്ഞിരുന്നോളൂ. നിങ്ങൾക്ക് സാധ്യമല്ല. നിങ്ങളുടെ ഈ വിടുവായത്തങ്ങളൊക്കെയും കേട്ട് പേടിച്ചിരുന്ന ഒരു തലമുറ കഴിഞ്ഞുപോയി. ഇനി അങ്ങനെ പേടിച്ചിരിക്കാൻ സാധ്യമല്ല. ആഘോഷിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഖുർആനിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട്, ഖുർആനിൻ്റെ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ജീവിതം ആഘോഷിക്കാനാണ് സമൂഹം തീരുമാനിച്ചിട്ടുള്ളത്. ഇസ്ലാം മനസ്സിലായി തുടങ്ങിയിരിക്കുന്നു. പൗരോഹിത്യം ഇനി താഴോട്ട് പോവുകയല്ലാതെ, നിങ്ങൾ എങ്ങനെ അലറി വിളിച്ച് പരിഹാസ്യരായി തീരുകയല്ലാതെ നിങ്ങൾക്കിനി ഒരു രക്ഷയുമില്ല. ഒന്നുകിൽ ഖുർആനിലേക്ക് വരിക, അല്ലെങ്കിൽ നിങ്ങളുടെ പൗരോഹിത്യത്തിൻ്റെ ഭാരവും പേറി നിങ്ങൾ താഴ്ചയിലേക്ക്, പാതാളത്തിലേക്ക് അമർന്നു പോവുക. ഇത് മാത്രമാണ് രക്ഷയുള്ളത്. ഏതൊരു വൃദ്ധയായ സ്ത്രീ ഒന്ന് പോയിട്ട് മഞ്ഞ് വാരി കളിച്ചപ്പോൾ പൗരോഹിത്യത്തിന് ദേഷ്യം പിടിക്കുന്നുവത്രേ. ഇനി ദേഷ്യം പിടിച്ചുകൊള്ളൂ. ഖുർആനിലൊരു പ്രയോഗമുണ്ട്. എന്താണെന്നറിയാമോ? നിങ്ങളുടെ അമർഷത്താൽ വിരലുകൾ കടിച്ചുകൊള്ളുക. കുൽ മൂത്തു ബിഗൈദിക്കും, നിങ്ങളുടെ ദേഷ്യം കൊണ്ട് നിങ്ങൾ ചത്തുപോവുക. ഒരിക്കലും മാറാൻ പോകുന്നില്ല. മനുഷ്യനായി സ്വയം തിരിച്ചറിയാൻ തുടങ്ങുമ്പോൾ പൗരോഹിത്യം ഇല്ലാതായി തുടങ്ങും. അതാണ് ഖുർആനിൻ്റെ ഭാഷ്യം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات طيب ثراهم واجعل الجنة مأواهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم وآخر الدعاء الحمد لله.